ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. രാവിലെയൊക്കെ പെട്ടെന്ന് നമുക്ക് സ്കൂളിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയ ഒന്നുമില്ല വീട്ടിൽ നിന്നുള്ള സമയത്ത് ഒരു മുട്ട മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാനും പറ്റിയ നല്ല സിമ്പിൾ റെസിപ്പി ആട്ടോ ഇത്. ഒരുപാട് സാധനങ്ങളോ സമയമോ ഒന്നും ആവശ്യമില്ല. 10 മിനിറ്റ് കൊണ്ട് സംഭവം റെഡി ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ചോറാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും ദോശയാണെങ്കിലും എന്തിൻ്റെ കൂടെ കഴിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിക്കാൻ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നമുക്കപ്പം വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചേർക്കാം കേട്ടോ. 5-6 മതിയാവും. ഞാനിപ്പോൾ ചെറുതായതുകൊണ്ട് തന്നെ കുറച്ചധികം ചേർത്തിട്ടുണ്ടേ. അതിലേക്ക് ഇപ്പോൾ ചെറിയൊരു പീസ് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. കളർ ചെറുതായിട്ടൊന്ന് മാറ്റി കിട്ടിയാൽ മതി കേട്ടോ. ഒരുപാട് സമയം എടുക്കേണ്ട. ഒന്ന് വഴറ്റി എടുത്തിട്ട് കളർ മാറി വന്നതിന് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3-4 മീഡിയം സൈസുള്ള സവാള എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് മൂത്ത് തുടങ്ങിയ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് സവാള ചേർത്തിട്ടുണ്ടേ. അപ്പോൾ ഒരു 3-4 സവാള മതിയാവും. മീഡിയം സൈസുള്ളതാണ്. വലുതാണെങ്കിൽ 3-2 മതിയാവും കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറ്റിയെടുക്കുക. ഒരുപാട് ഒന്ന് വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറി വന്നാൽ മാത്രം മതിയാവും കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വഴന്ന് വന്ന ഈ സവാളയിലേക്ക് നമ്മൾ തക്കാളി ചേർക്കണമുണ്ട്. അപ്പോൾ ഒരു അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയുടെ പകുതി ആയിട്ട് എടുത്തിട്ടുള്ളത്. ആ ഒരു പകുതി ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള പച്ചമുളക് 1-2 അതും കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് ഒന്നിലൊന്ന് ഇളക്കി എടുത്തിട്ട് ഈ ഒരു തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർന്ന് മാറി തുടങ്ങുമല്ലോ. നന്നായിട്ട് ഒടിഞ്ഞു പോകണ്ട. ചെറുതായിട്ടൊന്ന് കളർന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ സവാളയൊക്കെ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. പച്ചമുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിനെ ഇതുപോലെ ഇങ്ങനെ സൈഡ് ഭാഗത്തേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരുപാട് പൊടി ചേർക്കേണ്ട. 1/2 ടീസ്പൂൺ മാത്രം മതിയാവട്ടോ. കൊറിയാണ്ടർ പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ചോളം മതിയാവട്ടോ. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. ആ ഒരു നടുഭാഗത്ത് തന്നെ ആക്കിയിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ ഒരു പൊടിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇനി ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു പൊടികൾ ആ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ, ഒരു പച്ചമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു എണ്ണയിലേക്ക് ഇടുന്നിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലും കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ള പൊടിയൊക്കെ ചേർത്തെടുക്കാം കേട്ടോ. നമ്മളിതിലേക്ക് ഇനി മുളക് പൊടി ചേർക്കുന്നില്ല. അതിന് പകരമായിട്ട് നമ്മൾ പെപ്പർ പൗഡറായിട്ട് ചേർക്കുന്നത്. കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ ചേർക്കാം. അതിന് കൂടുതൽ നമുക്കൊരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു മണമൊക്കെ ഒന്ന് മാറി ആ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ ഇതിൻ്റെ, അതൊന്ന് ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങി ആ ഒരു സമയം വരെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് റെഡി ആയിട്ട് വരും കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് ആ ഒരു സ്മെല്ലൊന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ കളറൊക്കെ ഒന്ന് മാറി അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില, മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നടുഭാഗത്ത് ചെറുതായിട്ടൊരു കുയ്യാക്കിയിട്ട് വെക്കാം കേട്ടോ. നമുക്ക് മുട്ട അതിലേക്ക് പൊട്ടിച്ചിട്ടിടാനാണ്. അപ്പം നമ്മളിതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നടുഭാഗത്ത് ഇതുപോലെ നാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കറിക്ക് നമ്മൾ ഈ ഒരു സവാളക്കൊക്കെ ആയിട്ട് ഒരു മുട്ട മതിയാവും. നിങ്ങൾക്ക് ഇനി 2 വേണമെന്നുണ്ടെങ്കിൽ 2 എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു മുട്ട അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് അതൊന്ന് ഇളക്കിയെടുത്താൽ എല്ലാം കൂടി ഒന്ന് പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതിയേ. അപ്പം മുട്ട ഇതാ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് ഇങ്ങനെ വെന്ത് വരുന്ന ആ ഒരു പാകത്തിനായിട്ടുണ്ടേ. ഇനി സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്കെല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മുട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സമയമില്ല, ഒരുപാട് സാധനങ്ങൾ ആവശ്യമില്ല. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയാവും. രാവിലേക്ക് സിമ്പിളായിട്ടും നല്ല ടേസ്റ്റിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെയും ഇനിയിപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെയാണെങ്കിലും കഴിക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാക്കിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.